ഹലോ ഫ്രംലീസ് വാട്സാപ്പ്. സീസൺ 4 ആദ്യ എപ്പിസോഡ് കണ്ടു കഴിഞ്ഞപ്പോൾ സത്യത്തിൽ നമ്മളെല്ലാവരും ഒന്ന് ഞെട്ടിപ്പോയി അല്ലേ. ഒരുപാട് കാര്യങ്ങളാണ് ഈ പൈലറ്റ് എപ്പിസോഡിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്. സാധാരണ ഒരു തവണ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ചെറിയ ഡീറ്റെയിൽസ് ഇതിലുണ്ട്. ഷോറനേഴ്സ് വളരെ ബുദ്ധിപൂർവ്വം ഓരോ ഫ്രെയിമിലും ചില സൂചനകൾ നമുക്കായി ഇട്ട് തന്നിട്ടുണ്ട്. ഈ ഒരു സ്പെഷ്യൽ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം കണ്ടപ്പോൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങളെക്കുറിച്ചാണ്. പിന്നെ ഇത് ജസ്റ്റ് ഒരു വീഡിയോ എന്നതിലുപരി ഒരു ഡിസ്കഷൻ കൂടിയാണ്. കഴിഞ്ഞ സീസണിൽ നമ്മൾ ചെയ്തിരുന്നില്ലേ, അതുപോലെ നിങ്ങൾക്ക് തീർച്ചയായും ഒരുപാട് തിയറീസും സംശയങ്ങളും ചർച്ച ചെയ്യാനായിട്ടുണ്ടാവും. അതൊക്കെ ഒന്ന് നമുക്ക് ചാലവാക്കി നോക്കാം. തിയറീസൊക്കെ നാളെ സത്യമായി വന്നാൽ കണ്ടാ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു വലിയ സംഭവം എന്നൊക്കെ പറയാലോ. അപ്പോൾ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്തതും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് കണ്ടെത്തിയതായിട്ടുള്ളതൊക്കെ ഒന്ന് നോക്കാം. പ്ലസ് നിങ്ങൾ ശ്രദ്ധിച്ച മറ്റു കാര്യങ്ങൾക്കായും ഐ ആം വെയിറ്റിംഗ്. ഈ സ്പെഷ്യൽ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഷോയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ മാറുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ ഈ ഫാർ അവേ ട്രീയിലേക്ക് കയറാൻ പോവുകയാണ്. റെഡി? One way or another, the truth always comes out. I would make sure it doesn't. ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇട്ടൊരു പോസ്റ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ സീസണിലെ ഫസ്റ്റ് എപ്പിസോഡിൽ മാൻ ഇൻ യെല്ലോ ജൂലിയോട് പറയുന്നൊരു കാര്യമുണ്ട്. ഒരിക്കൽ പറഞ്ഞു കഴിഞ്ഞ കഥയെ പിന്നീട് മാറ്റാൻ കഴിയില്ല. There's no way to change a story once it's been told. ഈ ഡയലോഗ് കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഓർമ്മ വന്നോ? ശരിക്കും ഇതൊരു കോൾ ബാക്ക് ആണ്. കഴിഞ്ഞ 3ാം സീസണിൽ ജൂലി ആദ്യമായി സ്റ്റോറി വാക്കിംഗ് നടത്തിയപ്പോൾ ഈതൻ അവളോട് പറഞ്ഞ അതേ ഡയലോഗാണിത്. അന്ന് ജൂലി വിചാരിച്ചിരുന്നത് തൻ്റെ ഈ കഴിവ് ഉപയോഗിച്ച് ആളുകളെ രക്ഷിക്കാമെന്നാണ്. പക്ഷേ ഈതൻ അന്ന് മുന്നറിയിപ്പ് നൽകിയത് കഥ പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റാൻ പറ്റില്ല എന്നും. ഇപ്പോൾ ഇതാ അതേ വാചകം തന്നെ ആ മഞ്ഞ വസ്ത്രധാരിയും ആവർത്തിക്കുന്നു. ഇതുകൊണ്ട് അവരെന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ പറ. ഈതനും മാൻ ഇൻ യെല്ലോയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അതോ ഈതൻ എന്ന തൻ്റെ കഥാബുക്കളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞത് ശരിക്കും ഈ നിഗൂഢശക്തികളുടെ നിയമമാണോ? മാൻ ഇൻ യെല്ലോ പറയുന്നത് കഥ മാറ്റാൻ പറ്റില്ല എന്നാണ്. പക്ഷേ ജൂലിക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ എബിലിറ്റി റൈറ്റേഴ്സ് കൊടുത്ത സ്ഥിതിക്ക് എന്തായാലും കഥ മാറ്റാനുള്ള ഒരു വഴി കണ്ടെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്നിട്ട് ആ ഒരു കുട്ടികളെ അച്ഛനമ്മമാരുടെ ത്യാഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ എന്ത് ആശ്വാസമായിരിക്കും ഇല്ലയോ. കഴിഞ്ഞ സീസണിൽ അവരുടെ ആദ്യ സ്റ്റോറി വാക്കിംഗ് സമയത്ത് ആദ്യമേ ഡഞ്ചനിലെത്തിയ ശേഷം പിന്നെ ഒരു ടണലിലേക്ക് കയറിയില്ലേ. കുറേ കുട്ടികളുടെ ആംഗ്യ ശബ്ദമൊക്കെ കേട്ടത് ചിലപ്പോൾ അന്നത്തെ ആ ഒരു ബലി കൊടുക്കുന്ന സന്ദർഭമായിരുന്നു കാണാം. അതിനടുത്തുവരെ എത്തിയപ്പോഴായിരിക്കും ബോധം തിരികെ വന്നത്. ടൗണിലേക്ക് പുതുതായി കടന്നു വന്ന ആ പാസ്റ്ററുടെ അടുത്തേക്കൊന്ന് പോയാലോ? റോഡിൽ വീണ് നടക്കുന്ന ആ മരത്തിന് അടുത്ത് നിൽക്കുന്ന സമയത്ത് ആ കാറിൻ്റെ നമ്പർ പ്ലേറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചോ? സൂക്ഷിച്ച് നോക്കിയാൽ ആ പ്ലേറ്റിലെ നമ്പറുകൾ എലോയിസ് എന്ന പേര് പോലെ സിമിലറായി കാണാം. ആരാണ് എലോയിസ്? വിക്ടറിൻ്റെ സഹോദരി. അറിയാലോ, ഈ ഒരു ചെറിയ ഡീറ്റെയിൽ നൽകുന്ന സൂചന വളരെ വലുതാണ്. വിക്ടറിൻ്റെ സഹോദരി ജീവനോടെ ഉണ്ടെന്നും ഈ സീസണിൽ നമ്മൾ അവളെ കാണാൻ പോകുന്നു എന്നതിൻ്റെ തെളിവായിരിക്കുമെന്ന് നമുക്ക് ചുമ്മാ അങ്ങ് തട്ടുവിടാം. പക്ഷേ പിന്നിൽ ചില സ്ട്രോങ് റീസൺസും എടുത്തു വെക്കാനുണ്ട്. അന്നത്തെ കൂട്ടക്കൊലയിൽ വിക്ടറിൻ്റെ സഹോദരിയുടെ മൃതദേഹം കണ്ടുകിട്ടിയിട്ടില്ലായിരുന്നു. ചിലപ്പോൾ അവൾ രക്ഷപ്പെട്ടതുകൊണ്ടായിക്കൂടെ. എലോയിസ് ഒളിച്ചു കളിക്കുന്നതിൽ വളരെ മിടുക്കിയായിരുന്നു എന്നും അവളെ കണ്ടുപിടിക്കാൻ ആർക്കും കഴിയില്ലായിരുന്നു എന്നും വിക്ടർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഇത് വെറുതെ പറഞ്ഞൊരു കാര്യമല്ല, അവൾ എവിടെ ഒളിച്ചിരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണല്ലോ. നമ്മുടെ ഫ്രംലീസിൻ്റെ മിക്ക തിയറികളോടെയും കണ്ടുപിടിക്കുമ്പോൾ അതിൽ ചൂണ്ടുന്നത് അവൾ ആ ടണൽസിൽ എവിടെ ജീവിക്കുന്നുണ്ടെന്നാണ്. ആ വനപ്രദേശത്ത് പച്ചക്കറികൾ നട്ട് പിടിപ്പിച്ചതുപോലും അവളാണെന്ന തിയറിയുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? എലോയിസ് ഈ സീസണിൽ തിരിച്ചു വരുമോ അതോ അവൾ ശരിക്കും മരിച്ചോ? മുന്നേ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ സൂചിപ്പിച്ചൊരു കാര്യമാണ്, എങ്കിലും പറയാം. സോഫിയായി രൂപം മാറാൻ മാൻ ഇൻ യെല്ലോ ഉപയോഗിച്ച ആ സ്യൂട്ട് കേസ് തബീത്ത 2ാം സീസണിൽ ടണലിൽ നിന്ന് കണ്ടെത്തിയ അതേ സ്യൂട്ട് കേസ് ആണെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആദ്യ നോട്ടത്തിൽ ഇതുപോലെ തോന്നിക്കുന്ന മറ്റൊരു സ്യൂട്ട് കേസ് ആണെന്ന് തോന്നാമെങ്കിലും സൂക്ഷിച്ച് നോക്കിയാൽ അതിലുള്ള സ്റ്റിക്കേഴ്സ് പോലും ഒന്നാണെന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇവിടെ ഒരു ചോദ്യമുണ്ട്. ഈ സ്യൂട്ട് കേസ് എങ്ങനെയാണ് മണ്ണിനിടയിൽ കുഴിച്ചിട്ട നിലയിൽ കാണപ്പെട്ടത്? എന്തായാലും ഈ ചോദ്യത്തിനുള്ള ഉത്തരം സ്ഥലത്തിൻ്റെ യഥാർത്ഥ രഹസ്യം പുറത്തു കൊണ്ടുവരുന്നതിൽ വലിയ പങ്ക് വഹിക്കും. തബീത്ത എന്ന സ്യൂട്ട് കേസ് തുറന്നപ്പോൾ അതിൽ ഒരു വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് പക്ഷേ ഇപ്പോൾ സോഫിയ ധരിച്ചിട്ടുള്ള വസ്ത്രമല്ല. ദാറ്റ് മീൻസ് ഇതിനു മുമ്പുള്ള ഏതോ ഒരു സാഹചര്യത്തിൽ ആ കള്ളക്കളവൻ ഈ സിൽക്ക് വസ്ത്രം ഉപയോഗിച്ച് മറ്റൊരാളായി മാറി ഈ ടൗണിൽ ജീവിച്ചിരുന്നതെന്നാണോ? എന്തായാലും മാൻ ഇൻ യെല്ലോ സോഫി എന്ന പെൺകുട്ടിയുടെ രൂപമെടുത്ത് ടൗണിൽ വന്നതോടെ ഇപ്പോൾ തൊട്ടേനും പിടിച്ചതിനും ഒക്കെ സംശയങ്ങളാണ്. അന്ന് ബോയ്ഡ് വന്ന് പെട്ട ഒരു സമയത്ത് കൂടെ ഉണ്ടായിരുന്ന ആബി എല്ലാവരെയും വെടിവെച്ചു കൊല്ലാൻ തുടങ്ങിയില്ലേ? അതന്ന് മാനസിക നില തെറ്റുകൊണ്ട് തന്നെ ആണോ അതോ ഇതുപോലെ മാൻ ഇൻ യെല്ലോ അവളെ കൊന്ന് ആ രൂപത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് നടത്തിയാണോ എന്ന് ഇപ്പോൾ ഒരു സംശയം. മറ്റൊരു സംശയം നമ്മുടെ ടില്ലി മുത്തശ്ശി. ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ടേ അവർക്കൊരു പ്രത്യേകതയാണ്. മറ്റുള്ളവർ ആശങ്കപ്പെടുമ്പോൾ അവിടെ പെയ്യുന്ന മഴയൊക്കെ ആസ്വദിച്ചും പിന്നെ എൽജിനൊപ്പം കൂടിയും ഫാത്തിമയ്ക്കൊപ്പം കൂടിയുമൊക്കെ ഓരോ ഉപദേശങ്ങൾ കൊടുത്ത് മെൻ്റലി വരുതിയിലാക്കാൻ എത്തിച്ചതാണല്ലോ. ഒടുക്കം ആസൂത്രണം ചെയ്ത പോലെ നടക്കാൻ വേണ്ടിയിട്ടാണ് ടില്ലി ഫാത്തിമയുടെ കയ്യിൽ മനഃപൂർവ്വം ചെന്ന് കയറി മരിച്ചു കൊടുത്തതെങ്കിലോ. അതുകൊണ്ടല്ലേ പിന്നീട് ഫാത്തിമ ഒറ്റപ്പെട്ട സ്ഥലത്തേക്ക് മാറ്റേണ്ടി വന്നതും എൽജിൻ പിടിച്ച് സെല്ലാറിലേക്ക് കൊണ്ടുപോയതും. ഇതോടൊപ്പം മറ്റൊരു ശക്തമായ സംശയമാണ് ക്രിസ്റ്റഫർ. അതും ഇതുപോലെ ഒരു ഘട്ടം കഴിഞ്ഞ് മാൻ ഇൻ യെല്ലോ അടുത്ത രൂപമായിക്കൂടെ? മിറാണ്ട തന്നെ ഇടയ്ക്ക് മകൻ വിക്ടറോട് പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റഫറിൽ നിന്നും ഹൈഡ് ചെയ്യാൻ. വിക്ടർ പറഞ്ഞൊരു കാര്യം നോക്കാം. നല്ല ചിരിയും കളിയുമായി നടന്ന ഒരാളായിരുന്നു പുള്ളി. പിന്നീട് ആളുടെ സ്വഭാവത്തിൽ മാറ്റം വന്ന് ഭ്രാന്തനെ പോലായി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ജെഡിനെ പോലാണോ അതോ മാൻ ഇൻ യെല്ലോ ക്രിസ്റ്റഫറെ കൊന്നിട്ട് അയാളെ രൂപം മാറിയതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ക്രിസ്റ്റഫർ അന്ന് ടൗണിലുള്ള എല്ലാവരെയും ഭ്രാന്ത് പിടിച്ച് കൊന്ന ആ ഒരു സിറ്റുവേഷനില്ലേ,
എല്ലാവരും പരസ്പരം കീറിമുറിക്കുക എന്ന് സോഫിയ പറഞ്ഞ പോലെയാണ് അന്ന് അവിടെ ഒരു വൻ കൂട്ടക്കൊല ക്രിസ്റ്റഫർ നടത്തിയത്. ഇതിനെക്കുറിച്ചൊന്ന് വ്യക്തമാക്കി തരൂ ഫാം. ഇപ്പോൾ ഫസ്റ്റ് എപ്പിസോഡിൽ ചിലർക്ക് വന്ന ഡൗട്ട് ഞാൻ കണ്ടിരുന്നു. ഈ മാനിനിയോല എന്നത് ആ എൻറ്റിറ്റിയുടെ യഥാർത്ഥ രൂപമാണോ അതോ സോഫിയയെ മാറിയില്ലേ അതുപോലെ വേറൊരു വ്യക്തിത്വത്തിൻ്റെ രൂപമെടുത്ത എൻറ്റിറ്റി ആണോ എന്ന്. ഇവിടെ ഇപ്പോൾ ഇതേക്കുറിച്ച് എൻ്റെ അഭിപ്രായം പറയാനാണെങ്കിൽ എനിക്ക് ആശാനെ വിളിക്കേണ്ടി വരും. വിളിക്കട്ടോ? ഓ, ഈറ്റ് എന്ന കോസ്മിക് എൻറ്റിറ്റി പല രൂപങ്ങൾ താണ്ടിയാണ് ഒടുവിൽ പെന്നിവൈസ് എന്ന ക്ലൗൺ വേഷത്തിലേക്ക് എത്തി നിന്നത്. കുട്ടികളെ ആകർഷിക്കുന്ന ആ വിദൂഷക വേഷം ഈറ്റ് എന്ന എൻറ്റിറ്റിക്ക് ആപ്റ്റായി തോന്നിയപ്പോൾ ഇവിടെ ചിലപ്പോൾ അതുപോലെ മറ്റൊരു അൾട്ടിമേറ്റ് ഈവിൾ എൻറ്റിറ്റിക്ക് പെർഫെക്റ്റായി തോന്നിയ ഒരു രൂപമാകാം മഞ്ഞക്കോട്ടിട്ട മനുഷ്യൻ്റേത്. പറയാൻ പറ്റില്ലേ? അതാ. ഡോണ ഫാൻസിനെയും ജിം ഫാൻസിനെയും ഒക്കെ കണ്ടു. വിക്ടർ ഫാൻസ് ഉണ്ടോ? എങ്കിൽ കമൻറ്റ് ബോക്സിൽ പവർ കാട്ടിയാട്ടെ. നമുക്ക് വിക്ടറുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന കാര്യത്തിലേക്ക് വരാം. അവൻ്റെ ഡ്രോയിങ്ങുകൾ ഒന്നും വെറുതെ കാണിക്കുന്നതല്ല എന്ന് നമുക്കറിയാം. അവ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെയോ അല്ലെങ്കിൽ മറന്നുപോയ ഓർമ്മകളുടെയോ റിഫ്ലക്ഷനാണ്. ഇടയ്ക്ക് നമ്മൾ വിക്ടറിൻ്റെ ഒരു പഴയ ചിത്രം കാണുന്നുണ്ട്. അതിൽ ഒരു പെൺകുട്ടിയുടെ രൂപമുണ്ട്. ആ രൂപത്തിന് നമ്മുടെ സോഫിയുമായി വലിയ സാമ്യമില്ലേ? വിക്ടറിനി സോഫിയ കാണാൻ നേരത്തെ കണ്ടിട്ടുണ്ടാവുമോ? ലൈക്ക് ഈ മാനിനിയല്ലോ ഷിഫ്റ്റ് ആകുന്നത് ഓൾറെഡി അവിടെ പെട്ടുപോയി നശിച്ചവരുടെ രൂപങ്ങളായിക്കൂടെ? അങ്ങനെ ജീവിച്ചവരോടാണ് സോഫിയെങ്കിൽ പണ്ട് തൊട്ടേ ഉള്ള വിക്ടറിന് അവളെ അറിയാമെങ്കിലോ? ഇതേക്കുറിച്ച് നിങ്ങളുടെ തിയറീസ് എന്താണ്? എന്തായാലും ഈ സീസണിൽ വിക്ടർ സോഫിയുമായി കണ്ടുമുട്ടുന്ന സമയം വരെ ഈ സംശയത്തിന് ആയുസുള്ളൂ. കണ്ടു കഴിയുമ്പോൾ അറിയാം അങ്ങനെയാണോ അല്ലയോ എന്ന്. സോഫിയും പാസ്റ്ററും വന്ന് ബോയ്ഡിൻ്റെ കിടപ്പാടം തകർക്കുന്ന സമയത്ത് വിക്ടർ ഈ സീസണിൽ റീ എൻട്രി നടത്തി നമ്മൾ കണ്ടിരുന്നു. എന്നാൽ അവൻ്റെ പെരുമാറ്റം ശ്രദ്ധിച്ചായിരുന്നോ? ഇതിന് വിചിത്രമായാണ് പെരുമാറിയത്. സാധാരണ ഒരു അപകടം കാണുന്ന ഒരാളുടെ അമ്പരപ്പല്ല അവനിൽ കണ്ടത്. മറിച്ച് താൻ പണ്ട് കണ്ട ഏതോ ഒരു ഭീകര സ്വപ്നം വീണ്ടും കാണുന്ന പോലെയായിരുന്നു അത്. അവൻ അവിടെ നിന്നിട്ട് കൗണ്ട് ചെയ്യുന്നത് കണ്ടോ? അതെന്തുകൊണ്ടായിരിക്കും? വിക്ടർ ഈ സ്ഥലത്തെ ഏറ്റവും പഴയ താമസക്കാരനാണ്, ഓൾഡസ്റ്റ് സർവൈവർ. മറ്റാർക്കും അറിയാത്ത പല നിയമങ്ങളും വിക്ടറിനറിയാം. ഇതിനെക്കുറിച്ച് നിലവിലുള്ളൊരു പ്രധാന തിയറി ഇതാണ്: ഒരാൾ വന്നാൽ ഒരാൾ പോകണം. ഫ്രം വില്ലയിലെ എഴുതപ്പെടാത്ത നിയമം ഇതാണെന്ന് പലരും വിശ്വസിക്കുന്നു. അതായത് നഗരത്തിലേക്ക് പുതിയൊരാൾ വരണമെങ്കിൽ അവിടെയുള്ള മറ്റൊരാൾ മരിക്കണം. വിക്ടർ ആളുകളെ എണ്ണുമ്പോൾ അവൻ അവിടെ എവിടെ ഒരു കണക്ക് തെറ്റുന്ന പോലെ കൺഫ്യൂസ്ഡ് പോലെ ആവുന്നുണ്ട്. അതായത് എന്തോ പൊരുത്തക്കേട് തോന്നുന്ന പോലെ. ഇനി ചിലപ്പോൾ അവിടെയുള്ള സോഫിയോ അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആരെങ്കിലും യഥാർത്ഥത്തിലൊരു മനുഷ്യരല്ലെന്നും അത് മാനിനിയല്ലോ ആണെന്നും വിക്ടർ തൻ്റെ എണ്ണത്തിലൂടെ തിരിച്ചറിയുന്നുണ്ടാകാം. ഓർ ഇവർ പുതുതായി വന്നപ്പോൾ ഇനി ആരെങ്കിലും മരിച്ചത് കൊണ്ടാണോ എന്ന കൺഫ്യൂഷനും ആകാം അത്. ഓർക്കുക, നമ്മുടെ പ്രിയപ്പെട്ട ജിം ഇന്നേരം കാട്ടിൽ മരിച്ചു കിടക്കുവാണ്. എണ്ണത്തെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം, 47. ബോയ്ഡ് കെന്നിയോട് ടൗണിലുള്ള എല്ലാവരുടെയും കണക്കെടുക്കാൻ പറയുമ്പോൾ കെന്നി പറയുന്നത് നിലവിൽ 47 പേരുണ്ടെന്നാണ്. ഈ 47 എന്നത് വെറുതെ ഒന്നൊരു നമ്പറാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മുമ്പും ഈ 47 പലയിടത്തും വന്നിട്ടുണ്ട്. റേഡിയോ RVയിൽ അവർ കഴിഞ്ഞുകൂടിയ രാത്രിയിൽ റേഡിയോയിൽ ഈ നമ്പർ കണ്ടിരുന്നു. ടില്ലി മുത്തശ്ശി പറഞ്ഞ ഓർമ്മയില്ലേ? അവർ പറഞ്ഞത് തനിക്ക് 4 മക്കളും 7 പേരക്കുട്ടികളും ഉണ്ടെന്നാണ്. 4 and 7 47. ടണലിൽ മോൺസ്റ്റേഴ്സ് പരിച്ചെന്ന് പറയപ്പെടുന്ന ഒരു ചിത്രത്തിൽ ഇടതുവശത്ത് 4 പക്ഷികളെയും വലതുവശത്ത് 7 പക്ഷികളെയിട്ട് കാണാം. ഇവിടെ കാലം കാക്കകൾക്ക് വലിയ പ്രാധാന്യമുള്ളതുകൊണ്ട് ഇതൊരു പ്രധാന സൂചനയാണ്. 74-ാം പുസ്തകം. ഫാദർ കാട്രി സാറയോട് ചോദിക്കുന്നുണ്ട്, നമ്മൾ ജീവിക്കുന്നത് ബൈബിളിലെ 74-ാം പുസ്തകത്തിലാണെങ്കിലോ എന്ന്. 47 തിരിച്ചിട്ട രൂപം. എന്തുകൊണ്ടായിരിക്കും 47 കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരുപക്ഷെ ഈ സൈക്കിൾ പൂർത്തിയാകാൻ അല്ലെങ്കിൽ അടുത്ത ഫേസിലേക്ക് കടക്കാൻ ആവശ്യമായ ആളുകളുടെ എണ്ണം 47 ആയിരിക്കാം. ആ എണ്ണം തികയുമ്പോഴായിരിക്കും ടൗണിലുള്ളവർ പരസ്പരം കൊല്ലാൻ തുടങ്ങുന്ന ആ ഭീകരമായ അവസ്ഥ ഉണ്ടാകുന്നത്. വാട്ട്സ് യുവർ തോട്ട്സ്? ഈ ഫാദർ കാട്രി അതിശയിപ്പിച്ചൊരു കാര്യമായിരുന്നല്ലോ ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിക്കപ്പെടുന്ന പുസ്തകമായ ബൈബിൾ ഒന്നുപോലും ഈ ടൗണിൽ കാണാതിരുന്നത്. എന്നാൽ ഇപ്പോൾ സോഫിയുടെ കയ്യിൽ ഒരു ബൈബിളുണ്ട്. മിക്കവാറും പാസ്റ്ററുടെ വാഹനമായിരുന്നുകൊണ്ട് അതിലുണ്ടായിരുന്നതാകാം. എന്നാൽ ഇതിനെ നമുക്കെങ്ങനെ കാണാം? വിശ്വാസം തകർക്കാൻ. ഈ മാനിനിയല്ലോ തന്നെ ആയിരിക്കാം ടൗണിലുള്ള ബൈബിളുകളെല്ലാം പണ്ട് നീക്കം ചെയ്തത്. ഇപ്പോൾ സോഫിയുടെ രൂപത്തിൽ അത് തിരികെ കൊണ്ടുവരുന്നത് ആളുകളുടെ വിശ്വാസം നേടിയെടുക്കാനാണ്. ടൗണിലെ അൾട്ടിമേറ്റ് ഈവിൾ തന്നെ ബൈബിളുമായി വരുന്നത് ഒരു വലിയ വൈരുദ്ധ്യമാണ്. താൻ ദൈവവിശ്വാസിയാണെന്ന് വരുത്തി തീർത്ത് ആളുകളെ സ്വാധീനിക്കാനും അവരെ തൻ്റെ പരിധിയിലാക്കാനും സോഫിയ അല്ലെങ്കിൽ മാനിനിയല്ലോ ഇത് ഉപയോഗിക്കുന്നു. അന്നേ ദിവസം രാത്രി നമ്മുടെ കന്യെ പടിഞ്ഞാറ് പറഞ്ഞ പോലെ കെന്നി സോഫിയെ ട്യൂൺ ചെയ്യാൻ നോക്കുന്ന ടൈമില്ലേ, അപ്പോൾ നോക്കിയാൽ അവളിൽ ആക്സിഡൻ്റ് ഉണ്ടാക്കിയ മുറിവുകളൊക്കെ അവിടെ തന്നെ ഉണ്ട്. മോൺസ്റ്ററുകൾക്ക് സാധാരണ പെട്ടെന്ന് മുറിവണക്കാനുള്ള ഹീലിംഗ് പവർ ഉണ്ടല്ലോ. പക്ഷേ സോഫിയുടെ കാര്യത്തിൽ അത് കാണുന്നില്ല. ഇതിനർത്ഥം അവൾക്ക് മുറിവേൽക്കുമെന്നാണോ? അതോ മാനിനിയല്ലോ പറഞ്ഞ പോലെ മനുഷ്യർ ദുർബലരായതുകൊണ്ട് അവരെ എളുപ്പം വിശ്വസിപ്പിച്ച് പറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രമാണോ അത്? ക്ലിനിക്കിൽ വെച്ചിട്ടുള്ള ഒരു പ്രധാന രംഗമാണ് കെന്നി സോഫിയയ്ക്ക് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നത്. അവിടെ സോഫിയ ടാലിസ്മാൻ കണ്ട് അത് തൊടുന്നതൊക്കെ ഒന്ന് കീറിമുറിച്ച് നോക്കിയാൽ എത്ര ഭയാനകമാണിപ്പോൾ. മോൺസ്റ്ററുകളെല്ലാം ഭയക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള ഒന്ന് തന്നെയാണ് ഒരു മോൺസ്റ്റർ തന്നെ വന്ന് തൊട്ട് നോക്കുന്നത്. ഇവർക്ക് ടാലിസ്മാനുള്ള മുറിയിൽ കയറാൻ കഴിയില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ സോഫിയ ടാലിസ്മാൻ തൊടുന്നത് അവൾക്കതിനെ ഭയമില്ല എന്നാണോ കാണിക്കുന്നത്? അതോ കെന്നിക്ക് ഇതിനെക്കുറിച്ച് എത്രത്തോളം അറിവുണ്ടെന്ന് പരിശോധിക്കുകയാണോ? കെന്നി എന്തായാലും ഉടനെ തന്നെ അവളെ തടയുന്നുണ്ട്. ആ ടാലിസ്മാൻ്റെ പ്രാധാന്യം കെന്നി അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ സോഫി ഉള്ളിൽ ചിരിക്കുകയായിരിക്കാം.
കാരണം മനുഷ്യരെന്തിലാണോ തങ്ങളുടെ സുരക്ഷ കാണുന്നത് അത് അവൾക്ക് വെറും തൂക്കിയിട്ടിരിക്കുന്ന ഒരു കല്ലായിട്ടാണ് തോന്നുന്നത്. മറ്റൊരു പ്രധാന കാര്യം സോഫിയ പാസ്റ്ററെ കൊല്ലുന്ന രീതിയാണ്. 1-ാം സീസണിൽ സേറ ജെയ്ഡിനൊപ്പം ഉണ്ടായിരുന്ന ടോബിയെ കൊല്ലുന്ന രംഗവുമായി ഇതിന് നല്ല പാരൽസ് ഉണ്ട്. രണ്ടും നടക്കുന്നത് ആദ്യ എപ്പിസോഡിലാണ്. രണ്ടും ക്ലിനിക്കിൽ വെച്ച് പകൽ കഴിയുമ്പോൾ നടക്കുന്നു. അതോ കൊല നടത്തുന്നത് നിഷ്കളങ്കരെന്ന് എല്ലാവരും വിശ്വസിക്കുന്ന പെൺകുട്ടികളും, രണ്ടിരകളും കാർ ആക്സിഡന്റിൽപ്പെട്ട് ചികിത്സയിൽ കഴിയുന്നവരും. മാൻ ഇൻ യെല്ലോ ആയ സോഫിയ പറയുന്നത് ആളുകൾ പരസ്പരം കീറി മുറിക്കുന്ന ആ സമയം തുടങ്ങാൻ പോകുന്നു എന്നാണ്. ഇത് മുമ്പും സംഭവിച്ചുള്ള കാര്യമാണ്. പറഞ്ഞില്ലേ, വിക്ടർ ചെരുപ്പ് വരുന്നപ്പോൾ നടന്ന ആ കൂട്ടക്കൊല ഇതുപോലെ ഒന്നായിരുന്നു. വിശ്വാസം നഷ്ടപ്പെടുമ്പോൾ ആളുകൾ നിരാശരാകുകയും ആ നിരാശ അവരെ ഭ്രാന്തിലേക്ക് നയിക്കുകയും ചെയ്യും. ബോയ്ഡ് നിരാശനായി പോകാനൊരുങ്ങവേ ക്രിസ്റ്റി പറയുന്നത് നിങ്ങളിങ്ങനെ ആയാൽ ആളുകൾക്ക് വിശ്വാസവും പ്രതീക്ഷയും നഷ്ടപ്പെടും, അപ്പോഴോ അവർ ബാത്റൂമിൽ പോയി കെട്ടിത്തൂങ്ങും എന്നാണ്. ഇത് സീസൺ 1-ൽ എറിക് ചെയ്ത കാര്യത്തെ ഓർമ്മിപ്പിക്കുന്നു. വരും എപ്പിസോഡുകളിൽ കൂടുതൽ ആളുകൾ ഇത്തരത്തിൽ ആത്മഹത്യയിലേക്കോ അല്ലെങ്കിൽ പരസ്പരമുള്ള കൊലപാതകത്തിലേക്കോ നീങ്ങാൻ സാധ്യതയുണ്ട്. സീസൺ 4 സ്റ്റാർട്ടിംഗ് കണ്ടിട്ട് ഇതുവരെ ഉള്ളതിൽ വെച്ച് ഏറ്റവും ഭീകരവും അതേസമയം ചിന്തിപ്പിക്കുന്നതുമായൊരു സീസൺ ആയിരിക്കും ഇത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നതും അറിഞ്ഞതുമായ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ മറക്കണ്ട. ഈ വീഡിയോ ഇഷ്ടമായാലോ ഇല്ലെങ്കിലും ഒന്ന് വെട്ടിത്തുറന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിരുന്നു. കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതി കൊണ്ടുവരാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതിൽ അത് സഹായിക്കത്തേ ഉള്ളൂ. ഇനിയിപ്പോൾ 2 തെറി പറയാനാണെങ്കിലോ മറ്റോ തന്നെ ട്വിറ്റർ എക്സ് ലിങ്കും ഇമെയിൽ ഐഡിയും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. സോ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും സന്ധിக்கலாம். അൻപാണ് സഹോദരങ്ങളെ, മകിഴ്ചി. ഒരു കൊച്ചു കാര്യം കൂടി, ഫ്രമിൻ്റെ ഒരു ക്രൂഷ്യൽ പ്രൊമോ ലീക്കായിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്തെങ്കിലും സ്പോയിലറായിട്ടുള്ള ബ്രേക്ക് ഡൗൺ വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി.